പ്രിയപ്പെട്ടവരെ, കലിയടക്കിയ കാട്ടാന ബന്ദിപ്പൂരിലാണ് സംഭവം. ഇവന് വിശന്നിട്ടാ തോന്നുന്നു. ഇവന് ചില വാഹനങ്ങളിൽ നിന്ന് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുമ്പോൾ അവൻ്റെ കലിപ്പ് തീരുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ആ വഴിക്കൊക്കെ പോകുമ്പോഴേ ഒരു വാഴക്കൊലയൊക്കെ വാങ്ങിയിട്ട് വെച്ചാൽ ചിലപ്പോൾ ഇതുപോലെ ഇവൻ്റെ അക്രമത്തിൽ നിന്ന് നമുക്ക് കഴിച്ചിലാവും. ഈ കാറും ആ കാറിലെ ആളുകളൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എത്ര വാഹനങ്ങൾ അവിടെ തകർത്തു. പക്ഷേ ആ നാട്ടിലൊരു ഓട്ടോറിക്ഷക്കാരൻ ഏതാണെന്നറിയില്ല, അവൻ ആ നാട്ടിലെ ആളാണെന്ന് തോന്നുന്നു. അവനെയും അതുപോലുള്ള വികൃതികളെയൊക്കെ കണ്ടിട്ടുള്ള ശീലമുണ്ട് എന്ന് തോന്നുന്നു. ജീവന് വേണ്ടി നിലവിളിക്കുന്ന ആളുകളാണ് ആ കാറിലുള്ളത്. ഒരു സഹോദരി ഇറങ്ങി ഓടുന്ന രംഗമുണ്ട്. നാം വനമേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ദൂരേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അടുത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവൻ ഒറ്റയാനയാണ്, പക്ഷെ കൊമ്പൊന്നും കാണാനില്ല. അതാ ആ വാഹനം മേലോട്ട് എടുത്തെറിയുന്ന അവസ്ഥയിലാണ് ആ ഓട്ടോറിക്ഷക്കാരൻ. അവൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒരു സഹോദരി വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. മറ്റൊരു സഹോദരൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, കൂടെ ഒരാളുമുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും വാഹനം അവൻ നിരക്കി നീക്കുകയാണ്. ഇതാണ് ആനക്ക് മതമിളകിയാൽ ആ കാറ് പപ്പരസൂട്ട് പാടി എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത വാഹനത്തിന് നേരെ അവൻ്റെ ഉള്ള ആക്രോശമാണ്. കണ്ടോ, അവന് അല്പം ബുദ്ധിയുള്ള ആനയാണെന്ന് തോന്നുന്നു. അവൻ ഗ്ലാസ് പൊട്ടിക്കാത്യം, എന്നിട്ട് ആ ഗ്ലാസ്സിനുള്ളിലൂടെ അവൻ്റെ തുമ്പിക്കൈയിടും. എന്നിട്ട് അവനൊന്നും കിട്ടിയില്ലെങ്കിൽ അവന് വാഹനം തകർത്ത് കളയും. ആ കുട്ടികളും അമ്മയും പിതാവും ഓടി രക്ഷപ്പെടുന്ന രംഗമാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. വനപാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുന്നോട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് അവരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാ മറ്റൊരു വാഹനം ജോലിക്കാരെ കൊണ്ട് പോവുകയോ വരികയോ ചെയ്യുന്ന ഒരു വാഹനമാണ്. ടാറ്റയുടെ വാഹനമാണ്. ശ്രദ്ധിക്കുക. ഈ ആനയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു സഹോദരി എണീറ്റ് വന്ന് അവരുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളോ എന്തോ പുറത്തേക്ക് എറിഞ്ഞു കൊടുത്തു. അവൻ്റെ ശ്രദ്ധ അതിലേക്ക് മാറുന്ന നിമിഷം തന്നെ വാഹനമെടുത്ത് അവർ രക്ഷപ്പെടും. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. കണ്ടോ, ഭക്ഷണ സാധനങ്ങൾ എന്തോ എറിഞ്ഞു കൊടുത്തു, അവനതിൽ ശ്രദ്ധിക്കുന്നു. വീണ്ടും ഭക്ഷണ സാധനം എറിഞ്ഞു കൊടുക്കുകയാണ്. ഭക്ഷണ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവർ പുറത്തേക്ക്. അതാ നാട്ടുകാർക്ക് അറിയാം. കണ്ടോ, അവൻ ആ ഭക്ഷണ സാധനത്തിലേക്ക് അവന് ശ്രദ്ധ തിരിഞ്ഞു. അവർ രക്ഷപ്പെട്ടു. അടുത്തൊരു വാഹനത്തിന് നേരെ ഇവൻ തിരികെയാണ്. കണ്ടോ, വാഹനം ഇടത്തോട്ടും വലത്തോട്ടും എടുക്കാൻ കഴിയാതെ അതിന് മുന്നിൽ നിന്നവൻ അമ്മാനമാടുകയാണ്. അതിലുമുണ്ട് ഏതൊക്കെ ജോലിക്കാർ. അവരും എന്തൊക്കെയോ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്തൊരു ഫുഡിൻ്റെ ഏതോ ചാക്കുകളൊക്കെ കയറ്റിയൊരു വാഹനമാണ്. അവനവൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് മറിച്ചിടാൻ നോക്കുന്നുണ്ട്. പിന്നീട് ആ ചാക്കിൽ നിന്നെന്തോ അവനെടുത്ത്
ചാവട്ടി പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ പരാക്രമം പിന്നീട് വന്ന ഒരു ബസ്സിന് നേരെയാണ്. അവരും എന്തൊക്കെയോ പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അവൻ്റെ കരിപ്പടങ്ങാൻ വേണ്ടിയിട്ട്. ആ ബസ്സിനുള്ളിലേക്ക് അവൻ തുമ്പിക്കൈ ഇട്ടിട്ടുണ്ട്. മറ്റൊരു വാഹനത്തിന് നേരെയാണ് അവൻ്റെ പരാക്രമം. ഒരാളെയും അവൻ വെറുതെ വിടുന്നില്ല. അടുത്തൊരു ബസ്സിന് നേരെ, അപ്പുറത്തൊരു കാറുമുണ്ട്. ഒന്ന് പിടിച്ചു നോക്കുകയാണ് അവൻ. ആ ഡോറിലൂടെയൊക്കെ ഒന്ന് തലയിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഡ്രൈവറെ കിട്ടുമോ എന്നായിരിക്കും. അവന് വേണ്ടത് ഭക്ഷണമാണ്.